അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സഹോദരികളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങൾ വിശദീകരിക്കുന്ന 19ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സാധാരണ നമ്മുടെ ക്ലാസ് നടക്കാറുള്ളത് 8:30 മണിക്കാണ്. ഇന്ന് ഇശാ നമസ്കാരത്തിന് ശേഷം അനിവാര്യമായും പങ്കെടുക്കേണ്ട ഒരു യോഗമുണ്ടായതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് നേരത്തെയാക്കിയത്. പല ആളുകൾക്കും അത് ബുദ്ധിമുട്ടാണെന്നറിയാം. അവരോട് ക്ഷമ ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങളിൽ സാധാരണ നടക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. ഇന്ന് അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ, ഏറെ പ്രത്യേകതകളുള്ള ഒരു നാമമാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത്. അർ-റഖീബ് എന്ന നാമമാണ്. അർ-റഖീബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിരീക്ഷകനാണ്, അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നൊക്കെയാണ് ആ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മൾ തുടക്കം മുതൽ തന്നെ മനസ്സിലാക്കി വരുന്ന കാര്യമാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അള്ളാഹു റഖീബാണ്, അള്ളാഹു നിരീക്ഷകനാണ്, അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് മനസ്സിലാക്കുന്നതോടുകൂടെ അവൻ്റെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ, അവൻ്റെ ജീവിതത്തെ നന്നാക്കാൻ വിശ്വാസികൾക്ക് കഴിയുമെന്നാണ് ഈ നാമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ, തെറ്റുകൾ ചെയ്യാതെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ മനുഷ്യർക്ക് സഹായകമേകുന്ന നാമമാണ് അള്ളാഹു റഖീബാണ് എന്നുള്ള നാമം. വിശുദ്ധ ഖുർആനിൽ 3 തവണയാണ് അള്ളാഹു ഈ നാമം പരിചയപ്പെടുത്തിയിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്, പ്രയോഗിച്ചിട്ടുള്ളത്. അതിലൊന്ന് വിശുദ്ധ ഖുർആനിലെ 4ാമത്തെ അധ്യായം സൂറത്തു നിസായിലാണ്. സൂറത്തു നിസാഇൻ്റെ ആദ്യ ആയത്തിൽ തന്നെ അള്ളാഹു റഖീബാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നമ്മളിൽ പല ആളുകൾക്കും അറിയാവുന്ന അല്ലെങ്കിൽ പലതവണ നമ്മൾ കേട്ട ആയത്താണ് യാ അയ്യുഹന്നാസ് തഖു റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ വബഥ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅൻ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അങ്ങനെയാണ് അല്ലാഹു ആ ആയത്ത് അവസാനിപ്പിക്കുന്നത്. മനുഷ്യരെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ് യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ഭയപ്പെടണം, സൂക്ഷിക്കണം. എങ്ങനെയുള്ള റബ്ബ്? അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്ന് തന്നെ ഇണകളെയും സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങൾ റബ്ബിനെ, നിങ്ങളുടെ അള്ളാഹുവിനെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം എന്ന് അള്ളാഹു പറഞ്ഞു. ഏതൊരു അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുക. കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. അള്ളാഹു ആരാണ്?
റഖീബാണ്. അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അത് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ഹുവ മുറാഖിബുൻ ലി ജമീഇ അഅമാലിക്കും വ അഹ്വാലിക്കും. ഐ ഹുവ മുറാഖിബുൻ, അല്ലാഹു റാഖിബാണ്, നിരീക്ഷകനാണ്. എങ്ങനെ? ലി ജമീഇ അഅമാലിക്കും, നിങ്ങളുടെ എല്ലാ പ്രവർത്തികളും, അമാലുകൾ, നിങ്ങളുടെ എല്ലാ പ്രവർത്തികൾക്കും ആര് റഖീബാണ്? ആര് നിരീക്ഷകനാണ്? അല്ലാഹു നിരീക്ഷകനാണ്. വ അഹ്വാലിക്കും, നിങ്ങളുടെ എല്ലാ അവസ്ഥകൾക്കും. അഥവാ അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കാൻ ഒന്നും സാധ്യമല്ല. അള്ളാഹു അറിയാതെ, അള്ളാഹു കാണാതെ, അള്ളാഹു കേൾക്കാതെ ഒരു മനുഷ്യന് പറയാനോ കേൾക്കാനോ പ്രവർത്തിക്കാനോ ഒന്നും സാധ്യമല്ല. അവൻ ആരാണ്? അള്ളാഹു ആരാണ്? അവൻ റഖീബാണ്. എന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. സൂറത്ത് ബുറൂജ് പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാണ്. അള്ളാഹു എല്ലാത്തിനും സാക്ഷിയാണ്. അപ്പം നോക്കൂ നിങ്ങൾ, അള്ളാഹു റഖീബാണ്. എന്താ റഖീബാണെന്ന് പറഞ്ഞാൽ? അള്ളാഹു നിരീക്ഷകനാണ്, സൂക്ഷ്മമായി അറിയുന്നവനാണ്. എന്തറിയുന്നവനാണ്? നമ്മുടെ എല്ലാ പ്രവർത്തികളും, നമ്മൾ എന്തു ചെയ്യുന്നോ, എന്ത് വിചാരിക്കുന്നോ, എന്ത് ആലോചിക്കുന്നോ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആലോചന, ഇതെല്ലാം അള്ളാഹു അറിയും. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അള്ളാഹു റഖീബാണ്, അവൻ നിരീക്ഷകനാണ്. നമ്മൾ എന്ത് ചെയ്താലും അത് കാണുന്നവനാണ്. അവനെ മറച്ചു വെച്ചുകൊണ്ട് നമുക്കൊന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല, നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പം വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 1-ാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹു റഖീബാണ് എന്ന് അള്ളാഹു പരിചയപ്പെടുത്തി. ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബത്തുൽ ഹാജ അടക്കമുള്ള പല പ്രഭാഷണങ്ങളുടെയും പല സംസാരങ്ങളുടെയും തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതാറുണ്ടായിരുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, അല്ലമന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തുൽ ഹാജ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് ഖുതുബത്തുൽ ഹാജ പഠിപ്പിച്ചു. അപ്പോൾ എങ്ങനെ നബി ഖുതുബ തുടങ്ങിയത്? ഇന്നൽ ഹംദലില്ലാഹ് നസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബിഹി മിൻ ശുറൂരി അൻഫുസിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞതിന് ശേഷം നബി എന്ത് ചെയ്തു? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ എന്ന് പറയുന്ന ആയത്ത് അല്ലാഹു ഓതി. അതേപോലെ തന്നെ സൂറത്തു നിസായിലെ ആയത്ത് ഓതി. അപ്പോൾ ഈ ആയത്തുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബത്തുൽ ഹാജ അടക്കമുള്ള, അഥവാ വിവാഹത്തിൻ്റെ സമയത്താകാം, അല്ലെങ്കിൽ മഴയ്ക്ക് വേണ്ടിയുള്ള ഏതാകട്ടെ, അങ്ങനെയുള്ള പ്രത്യേകമായ ഖുതുബ നടക്കുന്ന സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതാറുണ്ടായിരുന്നു. രണ്ടാമത്, വിശുദ്ധ ഖുർആനിൽ സൂറത്തു അഹ്സാബിൽ 52-ാമത്തെ ആയത്തിലാണ് അള്ളാഹു ഈ പ്രയോഗം നടത്തുന്നത്. വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ. വകാനല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ. എന്താ അവിടെ പറയുന്നത്? അള്ളാഹു എല്ലാ കാര്യവും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. വകാനല്ലാഹ്, അള്ളാഹു ആകുന്നു. എങ്ങനെ? അലാ കുല്ലി ഷൈഇൻ റഖീബ, എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. അപ്പോൾ കൂടുതൽ വിശദീകരണങ്ങളൊന്നും ആവശ്യമില്ലാതെ തന്നെ അള്ളാഹു റഖീബാണ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തത്, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മാഇദയിലെ 117-ാമത്തെ ആയത്താണ്. 117-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് ഒരു വിശാലമായ ചർച്ചാ വിഷയമാണ്. മഹാനായ ഈസാ നബിയുടെ ചരിത്രം പറയുകയാണ്. ഈസാ നബി അലൈഹി സ്വലാമിനെ പടച്ചവൻ പരലോകത്ത് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ്. വഇദ ഖാല അല്ലാഹു യാ ഈസ ഇബ്ന മറിയം അൻത ഖുൽത ലിന്നാസി അത്തഖിദുനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ് ഖാല സുബ്ഹാനക മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്ഇൻ ഇൻ കുൻതു ഖുൽതുഹു ഫഖദ് അലിംതഹു തഅലമു മാ ഫി അൻഫുസികും വലാ അഅലമു മാ ഫി നഫ്സിക ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. ഈസാ നബിയോട് പടച്ചവൻ ചോദിക്കും. എന്താ ചോദിക്കുന്നത്? അള്ളാഹു പറയാണ്, മറിയമിൻ്റെ മകൻ ഈസ, അള്ളാഹുവിന് പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവിൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അള്ളാഹിൻ്റെ ചോദ്യമാണ്. എന്താ ചോദ്യം? അല്ലയോ മറിയമിൻ്റെ മകനായ ഈസ, അള്ളാഹുവിന് പുറമെ ഈസാ നബിയെയും അദ്ദേഹത്തിൻ്റെ മാതാവായ മറിയമിനെയും ആരാധിക്കണം, ദൈവമാക്കണം എന്ന് നീയാണോ നിന്റെ ജനങ്ങളോട് പറഞ്ഞത്? അപ്പം ഈസാ നബി പറയും,
അല്ലാഹുവേ സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്, നീ എത്ര പരിശുദ്ധനാണ്. എനിക്ക് പറയാൻ യാതൊരു അവകാശവുമില്ലാത്ത മാ യകൂനു ലി അൻ അഖൂല മാ ലൈസ ലി ബിഹഖ്, എനിക്ക് പറയാൻ യാതൊരു അവകാശവുമില്ലാത്തത് ഞാൻ എങ്ങനെ പറയാ? ഞാനത് പറയാൻ പാടില്ലല്ലോ. ഞാനത് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അത് അറിഞ്ഞിരിക്കുമല്ലോ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ മനസ്സിലുള്ളത് നീ അറിയും, നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയില്ല. തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യങ്ങൾ അറിയുന്നവൻ. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറഞ്ഞു, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനി ബിഹി അൻ അഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബുകും റബ്ബി വറബ്ബകും വകുൻതു അലൈഹിം ഷഹീദൻ മാ ദുംതു ഫീഹിം ഫലമ്മാ തവഫൈതനി കുൻത അൻതർ റഖീബ അലൈഹിം. അവിടെയാണ് പ്രയോഗം. കുൻത അൻതർ റഖീബ അലൈഹിം വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്. എന്താ അല്ലാഹു പറഞ്ഞത്? അല്ലാഹുവിനോട് പറയുന്നത്, ഈസാ നബി, നീ എന്നോട് കൽപ്പിച്ച കാര്യം, അഥവാ എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവെ നിങ്ങൾ ആരാധിക്കണം. അതാണ് ഈസാ നബി എന്ത് ചെയ്തത്? ജനങ്ങളോട് പറഞ്ഞത്. ആ കാര്യം മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു. പിന്നീട് നീ എന്നെ പൂർണ്ണമായി ഏറ്റെടുത്തപ്പോൾ നീ തന്നെയായിരുന്നു കുൻത അൻതർ റഖീബ്, നീ തന്നെയായിരുന്നു അവരെ നിരീക്ഷിച്ചിരുന്നവൻ. നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, അള്ളാഹു നിരീക്ഷകനാണ്. ഈസാ നബിന്റെ ചരിത്രം പറയുന്നത് എന്തിനാ? ഈസാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ ആരാധിക്കണമെന്ന് പഠിപ്പിച്ചിട്ടില്ല. അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെയും മനുഷ്യരുടെയും റബ്ബായ അള്ളാഹനെ ആരാധിക്കണം എന്നാ. പക്ഷെ പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടായി, അദ്ദേഹത്തിന്റെ മാതാവിനെ ആരാധിക്കുന്ന അവസ്ഥ ഉണ്ടായി. അപ്പൊ അള്ളാഹ് നാളെ പരലോകത്ത് ചോദിക്കും, നബിയെ ഈസ നീയാണോ അത് പറഞ്ഞത്? അപ്പൊ അദ്ദേഹം പറയുന്ന മറുപടി, പടച്ചോനെ ഞാനത് പറഞ്ഞിട്ടില്ല, ഞാൻ എങ്ങനെയാ അത് പറയാ? എനിക്ക് പറയാൻ പറ്റുന്ന വാചകമാണോ അത്? ഞാൻ ഒരിക്കലും അത് പറയില്ല. ഞാൻ പറഞ്ഞത് എന്നെയും എൻ്റെ നിങ്ങളുടെയും റബ്ബായ അള്ളാഹനെ മാത്രം ആരാധിക്കണം എന്നാണ്. ഞാനതാണ് പറഞ്ഞത്. ഞാനുള്ള കാലത്തൊക്കെ ഞാൻ അവരുടെ ആ പ്രവൃത്തികൾക്ക് ഞാൻ സാക്ഷിയാണ്, ഞാൻ അവരുടെ പ്രവൃത്തികൾക്ക് സാക്ഷിയാണ്. എന്നാൽ എൻ്റെ കാലശേഷം എന്നെ നീ പൂർണ്ണമായി ഏറ്റെടുത്തതിന് ശേഷം നീയായിരുന്നു എന്ത്? അവരുടെ നിരീക്ഷകൻ. ആരാ നമ്മുടെ സ്ക്രീനിൽ കളിക്കുന്നത്? നീയായിരുന്നു എന്ത്? അവരെ നിരീക്ഷിച്ചവൻ. നീയായിരുന്നു നിരീക്ഷിച്ചവൻ. നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നിരീക്ഷകനാണ്, അവൻ നിരീക്ഷകനാണ്. അബ്ദുള്ള സമീർ ഒന്ന് സ്ക്രീന് നോക്ക്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷകനാണ്, അല്ലാഹുവാണ് നിരീക്ഷകൻ. നോക്കൂ നിങ്ങൾ, ഇവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് റഖീബാണ് എന്ന് പറയണം. അപ്പൊ ഈ 3 ആയത്തുകളിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത്? അല്ലാഹുവാണ് നിരീക്ഷകൻ. അല്ലാഹു എല്ലാത്തിനും സാക്ഷിയാകുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. മനസ്സിലായില്ലേ? അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും എല്ലാം നിരീക്ഷിക്കുന്നവനാണ്. അവനറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, അവനിൽ നിന്ന് മറച്ചു വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേ ആയത്ത്, ഈസാ നബി പറഞ്ഞ ഇതേ ആയത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിയ ഒരു ചരിത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ കാണാൻ പറ്റും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? നാളെ പരലോകത്ത് മനുഷ്യരെല്ലാവരും വസ്ത്രങ്ങളില്ലാതെ, ഇന്നലെ നമ്മൾ തഫ്സീറിന്റെ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, ഹുഫാത്തൻ ഉറാത്തൻ ഗുർല, നഗ്നരായിക്കൊണ്ട്, നഗ്നബാധരായിക്കൊണ്ട്, അതേപോലെ തന്നെ ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായിക്കൊണ്ട് എന്ത് ചെയ്യും? മനുഷ്യന്മാർ നാളെ പരലോകത്ത് നഫ്സി നഫ്സി എന്ന് പറഞ്ഞിങ്ങനെ ഓടും. നമ്മൾ ഇന്നലെ വിശദീകരിച്ചതാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അവിടെ നബിയുടെ ആളുകൾ, നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ, അവര് വലതുവശത്തിന്റെ ആൾക്കാരാണ്, പക്ഷെ അവരെ ഇടതുവശത്തേക്ക് മാറ്റും. അപ്പൊ നബി പറയും, അള്ളാഹുവിനോട് പറയുന്ന, അവരെന്റെ ആൾക്കാരാണ്, അവരെന്റെ ആൾക്കാരാണ്, അവര് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അള്ളാഹു പറയും, എന്താ പടച്ചോൻ പറയണത്? നിന്റെ കാലശേഷം അവർ എന്താണ് ദീനിൽ കടത്തിക്കൂട്ടിയത് എന്ന് നിനക്കറിയില്ല, എനിക്കതറിയാം. അപ്പോഴാണ് ഈസാ നബി അലൈഹി സ്വലാം ഈ പറഞ്ഞ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു പോയ മതത്തിൽ നമ്മൾ നമ്മുടെ വകയായിട്ടൊന്നും കൂട്ടാൻ പാടില്ല. നബി പഠിപ്പിച്ച മതത്തെ നമ്മൾ ഒന്നും എടുത്തു കളയാനും പാടില്ല. അത് നമ്മൾ പ്രത്യേകം എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഈ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്താണ്. ഇനി നോക്കൂ സഹോദരങ്ങളെ, ഈ നാമം നമുക്ക് നൽകുന്ന കരുത്തെന്താണ്? അല്ലാഹു റഖീബാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്കുള്ള നേട്ടം എന്താ? ഒന്ന്, പാപങ്ങൾ ചെയ്യാതെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ, വിമലീകരിക്കാൻ ആർക്ക് പറ്റും? നമുക്ക് പറ്റും. അല്ലാഹു റഖീബാണെന്ന് പഠിച്ചാൽ മനസ്സിലായോ?
നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റഖീബാണ് എന്ന് മനസ്സിലാക്കിയാൽ പരമാവധി തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ വിശ്വാസികൾക്ക് സാധിക്കും. പല ആൾക്കാരും തെറ്റ് കഴിഞ്ഞ എന്തുകൊണ്ടാ? ആരും അറിയില്ല, അല്ലെ, ആരും കാണില്ല. ഈ ചിന്തയാണ് പല ആളുകളും തെറ്റ് ചെയ്യാനുള്ള തെറ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? ആരും അറിയുന്നില്ല, കേൾക്കുന്നില്ല, കാണുന്നില്ല എന്ന ചിന്തയാണ്. ഒരു ക്യാമറ സെറ്റ് ചെയ്ത സ്ഥലത്ത്, ഒരു ക്യാമറ CCTV ക്യാമറ സെറ്റ് ചെയ്തൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ തോന്നിയാസം കാണിക്കുമോ? ഇല്ലല്ലോ. കാരണം എന്താ? അത് റെക്കോർഡ് ചെയ്ത് നമുക്കറിയാം, അല്ലേ? റെക്കോർഡ് ചെയ്യുന്നറിയാം. നിങ്ങൾ ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരാൾ എങ്ങനെ പോക്കറ്റ് അടിക്കുക കഴിയും? ഒരാൾ അതിന് തയ്യാറാകുമോ? ഒരിക്കലും തയ്യാറാവില്ല. കാരണം എന്താ? അത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലായാൽ തെറ്റുകളിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ മാറി നിൽക്കും. ദുനിയാവിലെ ശിക്ഷയെ പേടിച്ച് തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. വേറെ ചില ആൾക്കാർ തെറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താ? ഒരാളെ കൊല്ലാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കൊന്നാ ജയിലിൽ പോകേണ്ടിയല്ലോ, പിടിക്കപ്പെട്ട ജയിലിൽ പോകണം, അത് പേടിച്ചിട്ട് തെറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. മനസ്സിലായി? അതേപോലെ ദുനിയാവിൽ തന്നെ ലഭിക്കുന്ന ശിക്ഷകളെ ഭയപ്പെട്ട് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടത് എന്തുകൊണ്ടാ? അവൻ തെറ്റ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാ? നിരീക്ഷകനായി അള്ളാഹു ഉണ്ട്. ഇതെൻ്റെ റബ്ബ് പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യമാണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാടില്ല എന്ന് പഠിപ്പിച്ച കാര്യം ഞാൻ ഒരിക്കലും ചെയ്യൂല. ഇനി ഞാനത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അത് കാണും, അള്ളാഹു അത് അറിയും, റബ്ബ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം വിശ്വാസികൾക്ക് ഉണ്ടാകണം. അപ്പൊ നോക്കൂ, നിങ്ങൾ അള്ളാഹു റഖീബാണ് എന്ന് ആത്മാർത്ഥമായി മനസ്സിലാക്കിയാൽ തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ വിശ്വാസികൾക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അഫ്ളല ഈമാനിൽ മർഇ അൻ യഅലമ അന്നല്ലാഹ മഅഹു ഹൈതു കാൻ. ഈമാനിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്തറിയോ? ഒരു മനുഷ്യന്റെ ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം, അവൻ എവിടെയായിരുന്നാലും അള്ളാഹു അവനെ അറിയുന്നുണ്ട്, അള്ളാഹു അവനെ കാണുന്നുണ്ട്, അള്ളാഹു അവനെ ശ്രദ്ധിക്കുന്നുണ്ട്, അള്ളാഹു അവൻ്റെ കൂടെയുണ്ട് എന്ന ബോധമാണ്. ആ ഒരു അറിവാണ്. അതാണ് ഈമാനിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്നാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗം. ഞാൻ എവിടുന്ന് എന്ത് ചെയ്താലും അള്ളാഹ് എൻ്റെ കൂടെ ഉണ്ട്. ഇത് അള്ളാഹു കാണും, ഇത് അള്ളാഹു അറിയും, ഇത് അള്ളാഹു കാണും, അള്ളാഹു കേൾക്കും. ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമെന്നാണ് പണ്ഡിതന്മാരെ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. നബി പറഞ്ഞു, ഇത്തഖില്ല ഹൈസുമാ കുൻത. നീ അള്ളാഹിനെ സൂക്ഷിക്കണം, നീ എവിടെയായിരുന്നാലും, നീ ഏത് സ്ഥലത്തായാലും പടച്ചവനെ സൂക്ഷിക്കണം. കാരണം എന്താ? അള്ളാഹു നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കണ്ണ് വെട്ടിച്ച് നിനക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കരുത്ത് എന്ത് ചെയ്യും? റഖീബ് എന്ന് പറയുന്ന ഈ നാമം നമുക്ക് നൽകുന്നുണ്ട്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റബ്ബ് അല്ലാഹു റഖീബാണ്. അതിന്റെ പുറമെ തന്നെ പടച്ചോൻ എന്ത് ചെയ്തു? ഇതാ ഇന്ന സംവിധാനങ്ങളിലൂടെ നിങ്ങളെ ഞാൻ നിരീക്ഷിക്കുമെന്ന് അല്ലാഹു വീണ്ടും ഓർമ്മപ്പെടുത്തി. അല്ലാഹു റഖീബാണ്, അല്ലാഹു അറിയും. അതിന്റെ പുറമെ പടച്ചോൻ എന്ത് ചെയ്തു? വേറെ ചില സംവിധാനങ്ങൾ വെച്ചു, വേറെ ചില മാർഗങ്ങൾ വെച്ചു. നിങ്ങൾ എന്ത് ചെയ്താലും ഇന്ന ആളുകളൊക്കെ അത് റെക്കോർഡ് ചെയ്യും, അത് രേഖപ്പെടുത്തും, എന്നിട്ട് അവരൊക്കെ അത് വിളിച്ചു പറയും. അപ്പൊ നോക്കൂ, നിങ്ങൾ അല്ലാഹു പറഞ്ഞു, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. ആരെ കുറിച്ചാ? മലക്കുകളെ കുറിച്ചാണ്. നിങ്ങളുടെ മേൽ എന്തുണ്ട്? സംരക്ഷകരായ, നിരീക്ഷകന്മാരായ, സംരക്ഷകരായ മലക്കുകളുണ്ട്, മാന്യന്മാരായ എഴുത്തുകാർ. യഅലമൂന മാ തഫ്അലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ എന്ത് ചെയ്യും? അവരറിയുന്നുണ്ട്. അപ്പൊ മലക്കുകളെ അല്ലാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എന്താ ചെയ്യണത്, നമ്മൾ എന്താ പറയുന്നത്, എന്താ കേൾക്കുന്നത്, എന്താ കാണുന്നത്, ഇതൊക്കെ നോക്കാൻ വേണ്ടി അല്ലാഹു മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ്. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് ഏറ്റുവാങ്ങുന്ന രണ്ടുപേർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം, അവർ ഏതൊരു വാക്കുച്ചരിക്കുമ്പോഴും അവന്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകർ ഉണ്ടാവാതിരിക്കുകയില്ല. അപ്പൊ ഇത് റബ്ബ് വെച്ചൊരു സംവിധാനമാണ്. റബ്ബ് റഖീബാണ്. അതിന്റെ പുറമെ അല്ലാഹു എന്ത് ചെയ്തു? മാന്യന്മാരായ എഴുത്തുകാരെ നിശ്ചയിച്ചു. നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ എന്ത് പ്രവർത്തിച്ചാലും, എന്ത് കേട്ടാലും കണ്ടാലും ഒക്കെ രേഖപ്പെടുത്താൻ അല്ലാഹു മലക്കുകളെ നിശ്ചയിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, പരലോകത്ത് അല്ലാഹു 4 സാക്ഷികളെ കൊണ്ടുവരുന്നതാണ്. നമ്മുടെ പ്രവർത്തികൾക്ക്, നമ്മുടെ ചെയ്തികൾക്ക് സാക്ഷികളായി 4 ആളുകളെ പടച്ചവൻ കൊണ്ടുവരും പരലോകത്ത്. ഒന്നാരാ? ഒന്ന് നമ്മൾ വസിക്കുന്ന ഭൂമിയാണ്, ഒന്ന് നമ്മൾ അധിവസിക്കുന്ന ഭൂമിയാണ്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമി അന്നേ ദിവസം അതിന്റെ വർത്തമാനം പറയുന്നതാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഭൂമി അന്നേ ദിവസം
അതിന്റെ വർത്താനം പറയും. നബിയുടെ ചോദ്യം, അതദറൂന മാ അഖ്ബാറുഹ, ഭൂമിയുടെ വർത്തമാനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അപ്പൊ അവര് പറഞ്ഞു അല്ലാഹു വറസൂലുഹു അലം, പടച്ചോനും നബിക്കും അറിയുള്ളൂ, ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ നബി പറഞ്ഞു ഫഇന്ന അഖ്ബാറഹ അൻ തഷ്ഹദ അലാ കുല്ലി അബ്ദിൻ ഔ അമത്തിൻ ബിമാ അമില അലാ ളഹ്രിഹാ, ഭൂമിയുടെ മുകളിൽ അള്ളാഹുവിന്റെ ദാസനും അള്ളാഹുവിന്റെ ദാസിയും എന്തൊക്കെ ചെയ്തോ അതൊക്കെ ഭൂമി പറയും. അതൊക്കെ ഭൂമി എന്ത് ചെയ്യും? പറയും. അമിൽതു കദാ വകദാ ഫീ യൗമി കദാ വകദാ, ഇന്ന ദിവസം ഇന്നതൊക്കെ നീ ചെയ്തു, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തു എന്ന് ഭൂമി സാക്ഷി പറയും. അതാണ് ഭൂമിയുടെ വർത്തമാനം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മൾ എവിടുന്ന ഈ തെറ്റ് ചെയ്യുന്നത്? എവിടുന്ന നമ്മൾ ഈ നന്മ ചെയ്യുന്ന? എവിടുന്ന? ഭൂമിന്റെ മുകളിൽ നിന്നാണ്. ഇതൊക്കെ ഭൂമി സാക്ഷിയാണ്, അള്ളാഹ് വെച്ച സംവിധാനമാണ്. അപ്പൊ ഭൂമി നാളെ സംസാരിക്കും. നമുക്ക് അനുകൂലമായോ നമുക്ക് പ്രതികൂലമായോ ഭൂമി സാക്ഷി പറയും. സുബഹിക്ക് പള്ളിയിലേക്ക് നടന്നുപോയ ഒരാൾ ഭൂമിയുടെ മുകളിലൂടെ പോയത്. അപ്പൊ അള്ളാഹു റഖീബായ റബ്ബ് കണ്ടിട്ടുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട്. അവന്റെ ഓരോ കാലടികൾക്കും അള്ളാഹു പ്രതിഫലം നൽകും. മനസ്സിലായോ? അള്ളാഹു പ്രതിഫലം നൽകും. സിനിമാശാലയിലേക്ക് നടന്നുപോയ ആൾ, വേശ്യാലയത്തിലേക്ക് നടന്നുപോയ ആൾ, മോഷ്ടിക്കാൻ നടന്നുപോയ ആൾ, വ്യഭിചരിക്കാൻ നടന്നുപോയ ആൾ, ഇങ്ങനെ ഏത് തിന്മകളിലേക്ക് നടന്നുപോയാലും ആ പ്രവൃത്തിക്ക് ഭൂമി സാക്ഷിയാണ്. ഭൂമിയിൽ ഇരുന്നിട്ടാ പല ആൾക്കാരും പലതും കാണുന്നതും കേൾക്കുന്നതും ഇതിനൊക്കെ ഭൂമി സാക്ഷിയാണ്. അപ്പൊ പടച്ചോൻ അല്ലാഹു റഖീബാണ്. അതിന്റെ പുറമെ പടച്ചോൻ മലക്കുകളെ സാക്ഷികളാക്കി വെച്ചു, ഭൂമിയെ സാക്ഷിയാക്കി വെച്ചു. രണ്ടാമത്തെ സാക്ഷികൾ മലക്കുകളാണ്. മൂന്നാമത്തെ സാക്ഷി എന്താ? നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഇഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലഹും ബിമാ കാനൂ യക്സിബൂൻ. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നമുക്ക് എതിരെ സാക്ഷി പറയുന്ന ദിവസം വരാനുണ്ട്. നമ്മുടെ വാക്ക് സീല് വെക്കപ്പെടും. നമ്മുടെ കൈകൾ സംസാരിക്കും. നമ്മുടെ സ്വന്തം ജീവിതത്തിലെ സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി അരുതായ്മകൾ, ഹറാമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ചെയ്തത്, നമ്മുടെ കാല് കൊണ്ട് ചെയ്തത്, നമ്മുടെ കണ്ണുകൊണ്ട് ചെയ്തത്, ഇതൊക്കെ എന്ത് ചെയ്യും? വിളിച്ചു പറയും. ഇതൊക്കെ വിളിച്ചു പറയും. അപ്പം നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ നമുക്കെതിരെ സാക്ഷി പറയും. പടച്ചോൻ എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ അല്ലാഹു റഖീബാണ്. നാലാമത്തെ സാക്ഷി അല്ലാഹുവാണ്. അല്ലാഹു റഖീബാണ്, നിരീക്ഷകനാണ്. പടച്ചോൻ അറിയാതെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചെയ്യാൻ പറ്റില്ല. കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്ന ആൾക്കാരുണ്ട്. കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്ന ആൾക്കാർ അവർ വിചാരിക്കണം എന്താ, ഇതാരും അറിയില്ല എന്നാ. അല്ലാഹു അറിയാതെ കച്ചവടത്തിൽ വല്ല കൃത്രിമം കാണിക്കാൻ പറ്റുമോ? റബ്ബിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റുമോ കച്ചവടക്കാർക്ക്? കച്ചവടക്കാർ ആലോചിക്കേണ്ട വിഷയമാണ്. ഒരു ചെറിയ തുച്ഛമായ ലാഭത്തിന് വേണ്ടി വഞ്ചന കാണിക്കുന്ന, കൊള്ളലാഭം എടുക്കുന്ന, അതേപോലെ തന്നെ കൃത്രിമം കാണിക്കുന്ന കച്ചവടക്കാരുണ്ട്. പടച്ചോനെ പേടിക്കണവര്. അല്ലാഹു റഖീബ് എന്ന് മനസ്സിലാക്കണം. അല്ലെ, കളവ് പറയുന്ന മനുഷ്യന്മാരുണ്ട്, കളവ് പറയുന്ന ആൾക്കാർ. ഒരു എന്താ പറയുക, ഭൗതികമായ നേട്ടത്തിന് വേണ്ടി കളവ് പറയുന്ന മനുഷ്യന്മാർ. എന്താ അതുകൊണ്ടുള്ള നേട്ടം? ദുനിയാവിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം ഉണ്ടാകും, ഒരു ആനന്ദം ഉണ്ടാകും. പക്ഷേ ആ കളവ് പിടിക്കപ്പെട്ടാലോ? ദുനിയാവിൽ പിടിച്ചിട്ടില്ല എങ്കിലും പരലോകത്ത് എന്തായാലും പിടിക്കും. കാരണം അത് അള്ളാഹ് അറിയും, പറഞ്ഞത് കളവാണോ സത്യമാണോ എന്ന് അള്ളാഹ്ക്കറിയാം. അല്ലെ, സ്വകാര്യമായി ചെയ്യുന്ന തെറ്റുകളുണ്ട്, പടച്ചോനറിയില്ലേ? എല്ലാവരെയും കണ്ണുകൾ നമുക്ക് വെട്ടിക്കാം, ആളുകൾ നമുക്ക് മറച്ചു വെക്കാം, ചാനലുകൾ നമുക്ക് മാറ്റാം, അതേപോലെ തന്നെ സ്ക്രീൻ നമുക്ക് ഓഫാക്കാം, പലതും ചെയ്യാം നമുക്ക്. പക്ഷെ പടച്ചോനൊന്ന് മറച്ചു വെക്കാൻ പറ്റുമോ? അള്ളാഹുവിൽ നമുക്ക് മറച്ചു വെക്കാൻ പറ്റുമോ? അള്ളാഹുന്ന് മറച്ചു വെക്കാൻ പറ്റൂല. മനസ്സിലായില്ല? അതുകൊണ്ട് തന്നെ അല്ലാഹു റഖീബാണ്. യസ്തഖ്ഫൂന മിനന്നാസി വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്. അല്ലാഹു പറഞ്ഞ ആയത്താണ്, അവർ ജനങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കാര്യങ്ങൾ ഒളിച്ചു വെക്കുന്നു. എന്നാൽ അല്ലാഹുവിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കാൻ അവർക്ക് കഴിയില്ല. പടച്ചോനിൽ നിന്ന് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒളിച്ചു വെക്കാൻ പറ്റില്ല. നോക്കൂ നിങ്ങൾ, യൂസുഫ് നബിയുടെ ചരിത്രം നോക്കൂ നിങ്ങൾ. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ തെറ്റിലേക്ക് വിളിക്കുന്നത് ആ പെണ്ണാണ്. യൂസുഫ് നബി വിളിച്ചതല്ല, ആ പെണ്ണാ വിളിക്കണത്. ആ പെണ്ണ് തെറ്റിലേക്ക് വിളിച്ചു. എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തെറ്റ് ചെയ്യാൻ. പക്ഷേ യൂസുഫ് നബി അലൈഹി സ്വലാം എന്താ ചെയ്യുന്നത്? അല്ലാഹ് ഉണ്ട്, അല്ലേ? ഞാൻ ഈ തെറ്റ് ചെയ്താൽ അത് അള്ളാഹു അറിയും. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിൽ ശരണം തേടാണ്. എനിക്ക് ഇതിനേക്കാൾ നല്ലത് ജയിലാണ് എന്ന് അദ്ദേഹം തീരുമാനം എടുക്കുകയാണ്. ഈ ബോധമാണ് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. ഒരു കവി പറഞ്ഞു, വല തഹ്സബന്നല്ലാഹ യഗ്ഫറു സഅതൻ വല അന്നമാ യഖ്ഫാ അലൈക യഗീബു ഇദാ മാ ഖലൗത അദ്ദഹറ യൗമൻ ഫലാ തഖൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബുൻ. ഒരു കവി പറയാണ്, എന്താ പറയുന്നത്? നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വിചാരിക്കാൻ പാടില്ല. ഒരു സമയത്തും നീ എന്ത് വിചാരിക്കാൻ പാടില്ല? നിന്നെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് നീ വിചാരിക്കാൻ പാടില്ല.
മനസ്സിലായില്ലേ? നീ ഒറ്റയ്ക്കിരിക്കുന്ന സമയാകട്ടെ, ഏത് നേരത്താകട്ടെ, നിന്റെ കൂടെ ആരുമില്ല എങ്കിലും നീ എന്ത് വിചാരിക്കരുത്, നിന്നെക്കുറിച്ച് അള്ളാഹു അശ്രദ്ധനാണ് എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നീ വിചാരിക്കാൻ പാടില്ല. നീ പറയേണ്ട വാചകം എന്താ? നിന്റെ ജീവിതത്തിൽ ഏത് സമയമാകട്ടെ ആ സമയത്ത് നീ പറയേണ്ട വാചകം എന്താ? എൻ്റെ കൂടെ നിരീക്ഷകനായി എൻ്റെ റബ്ബുണ്ട്, അള്ളാഹു ഉണ്ട് എന്നുള്ള ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. മനസ്സിലായോ? ഈ ചിന്തയാണ് വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. ഇതാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ എപ്പോഴും കൊണ്ട് നടക്കേണ്ടത്. അള്ളാഹുവിന്റെ ചോദ്യമുണ്ട്, അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും ബൽ വറസുലുനാ ബലാ വറസുലുനാ ലദൈഹിം യക്തുബൂൻ. സൂറത്തു സുഹ്റൂഫിൽ അല്ലാഹു പറയാ, അവരുടെ രഹസ്യവും അവരുടെ ഗൂഢമന്ത്രവും അല്ലാഹു അറിയുന്നുണ്ടെന്നും അല്ലാഹു അദൃശ്യ കാര്യങ്ങൾ നന്നായി അറിയുന്നവനാണെന്നും അവർ മനസ്സിലാക്കിയിട്ടില്ലേ? അപ്പൊ അല്ലാഹു റഖീബ് എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. പാൽക്കാരിയായ ഒരു പെണ്ണിന്റെ ചരിത്രം, ഉമർലാന്റെ കാലഘട്ടത്തിലെ പാൽക്കാരിയായ പെണ്ണിന്റെ ചരിത്രം പ്രസിദ്ധമാണ് അല്ലേ? മകള് തക്കുവള്ള കുട്ടിയാണ്, ഭയഭക്തിയുള്ള കുട്ടിയാണ്. ഉമ്മക്ക് അത്ര തക്കുവല്ല. അപ്പൊ ഉമ്മ മകളോട് പറയാ പാലിൽ കുറച്ച് വെള്ളം ചേർക്കാൻ. അപ്പൊ മോള് ചോദിക്കുന്നുണ്ട്, ഉമ്മ പാലിൽ വെള്ളം ചേർക്കാൻ പറ്റൂലല്ലോ, അത് ശരിയല്ലല്ലോ. അപ്പൊ ഉമ്മാനെ മറുപടി, അമീറുൽ മുഅ്മിനീനല്ലേ ആ കൽപ്പന ഉണ്ടാക്കി, അദ്ദേഹം ഉറങ്ങായിരിക്കും. അദ്ദേഹം എങ്ങനെ ഇത് അറിയുന്നത്? ഉമർലാൻ ഇത് കേൾക്കുന്നുണ്ട്. അദ്ദേഹം പ്രജകളുടെ സ്ഥിതി അറിയാൻ വേണ്ടി ഇറങ്ങിയ നേരമാണ്. അപ്പൊ ആ പെണ്ണിന്റെ ചോദ്യം എന്താ, പെൺകുട്ടിയുടെ ചോദ്യം എന്താ? അദ്ദേഹം ഉറങ്ങായിരിക്കും, പക്ഷെ ഉറങ്ങാത്ത പടച്ചോ അല്ലേ, അള്ളാഹു ഇല്ലേ? അള്ളാഹുവിൽ എങ്ങനെ ഇത് മറച്ചു വെക്കാൻ പറ്റുക? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പെൺകുട്ടിയെ തന്റെ മകനായ ബിലാലിന് വിവാഹം കഴിച്ചു കൊടുത്തു. കാരണം റഖീബായ അള്ളാഹു ഉണ്ട്, നിരീക്ഷകനായി അള്ളാഹു ഉണ്ട് എന്ന് ബോധമുള്ള കുട്ടിയായിരുന്നു അവള്. ആ പിന്നെ ബിലാലിന്റെയും പാൽക്കാരിയായ ആ പെണ്ണിന്റെയും മകനായിക്കൊണ്ടാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നത്. മനസ്സിലായോ? അവരിലാണ് ആ കുട്ടി ഉണ്ടാകുന്നത്. അപ്പോ നിരീക്ഷകനാണ് എന്ന ബോധം. അറാബിയായ ഒരു പെണ്ണ് എന്ത് ചെയ്തു? ആ പെണ്ണ് പിന്നെ രാത്രിയിൽ അവര് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ യാത്രയിൽ എന്ത് ചെയ്യാണ്? ഒരു യാത്രയിൽ അദ്ദേഹം ഒരു പിന്നെ ആട്ടിടയനെ കാണാണ്. അപ്പൊ ആട്ടിടയനെ കണ്ട സമയത്ത് ഉമർലാൻ ചോദിച്ചു, പിന്നെ നീ ഈ ആടിൽ നിന്ന് ഒരാടിനെ എനിക്ക് തരുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആടിനെ പിന്നെ എനിക്ക് തരാൻ പറ്റില്ല, ഞാൻ അതിന്റെ അധികാരിയല്ല, ഞാൻ ആടിന്റെ യജമാനനല്ല, ആട് എന്റേതല്ല, എൻ്റെ യജമാനൻ വേറെയാണ്, അതുകൊണ്ട് തന്നെ ആടിന് എനിക്ക് തരാൻ പറ്റില്ല. അപ്പൊ മഹാനായ ഉമർലാൻ പറഞ്ഞു, നിങ്ങളെ യജമാനൻ എങ്ങനെ ഇത് അറിയാം? ഈ ആടിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ആടിനെ എനിക്ക് തന്നാൽ എങ്ങനെ അറിയാം? അതിനെ പിന്നെ വല്ല മൃഗങ്ങൾ പിടിച്ചു എന്നോ അല്ലെങ്കിൽ ചത്തു എന്തെങ്കിലുമൊക്കെ പറയാലോ. അപ്പൊ അദ്ദേഹം അത് അറിയില്ലല്ലോ. ആ സമയത്ത് ആ ആട്ടിടയനായ മനുഷ്യന്റെ ചോദ്യം, ഫൈൻ അല്ലാഹ്, അപ്പൊ അല്ല എവിടെയാ? അള്ളാഹു ഇതൊക്കെ അറിയില്ലേ? യജമാനിക്ക് പറ്റിക്കാൻ പറ്റും, പക്ഷെ പടച്ചവനിക്ക് പറ്റിക്കാൻ പറ്റുമോ? അങ്ങനെ ഉമർലാനു മദീനയിലേക്ക് വന്നു. മദീനയിലേക്ക് തിരിച്ചെത്തിയ ആ അടിമയെ അതിന്റെ യജമാനിൽ നിന്ന് വിലക്ക് വാങ്ങി മോചിപ്പിച്ചു എന്നാണ് ചരിത്രം. കാരണം റഖീബായ അള്ളാഹു ഉണ്ട് എന്ന് ആ ആട്ടിടയനായ മനുഷ്യന് ബോധം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ സംസാരം അവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു റഖീബാണ്, എല്ലാം അറിഞ്ഞും കേട്ടും കണ്ടും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. ആ റബ്ബിനെ കുറിച്ച് എന്ത് ചെയ്യുക? നമ്മളെപ്പോഴും ആലോചിക്കുക, നമ്മുടെ ജീവിതത്തെ നമ്മൾ നിയന്ത്രിക്കുക. അപ്പം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ 5 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ട് എങ്കിൽ അയാൾക്ക് സ്വർഗമുണ്ട് എന്ന പണ്ഡിതന്മാർ പറയാം. ഒന്ന്, സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കുക, നേരായ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. ആ നേരായ മാർഗത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാം, അതിനുവേണ്ടി പരിശ്രമിക്കുക. എന്തൊക്കെയാണോ അതിലെ അവാമിറുകൾ, കൽപ്പനകൾ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യുക. നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, സക്കാത്ത് കൊടുക്കുക, സ്വതക്ക ചെയ്യുക, ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുക, അങ്ങനെ എന്തൊക്കെ നന്മണ്ട് അതൊക്കെ ചെയ്യുക. കൽപ്പനകൾ അംഗീകരിക്കുക, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. മൂന്നാമത്തെ എന്താ? രഹസ്യത്തിലും പരസ്യത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹു നിരീക്ഷകനായിട്ടുണ്ട് എന്ന് ബോധ്യം ഉണ്ടാകുക. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, മരണത്തെ പ്രതീക്ഷിക്കുകയും മരണത്തിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുക. അഞ്ചാമത്തെ കാര്യം, വിചാരണക്ക് മുമ്പ് സ്വയം വിചാരണ നടത്തുക. ഈ 5 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ട് എങ്കിൽ അവന് സ്വർഗം കിട്ടുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ അള്ളാഹു നിരീക്ഷകനായിക്കൊണ്ടുണ്ട് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിരീക്ഷകനാണ്, അങ്ങനെ റഖീബായ അള്ളാഹു ഉണ്ട് എന്ന
ബോധം നമുക്കുണ്ടാകാൻ നമ്മൾ നമ്മുടെ പ്രവർത്തികൾ എന്ത് ചെയ്യുക? ഇഖ്ലാസ് ഉള്ളതാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ഇത്തിബാ ചെയ്യുക. അതേപോലെ തന്നെ റബ്ബ് കാണും, റബ്ബ് കേൾക്കും, റബ്ബ് അറിയും. ആ ചിന്തയോടുകൂടെ എന്ത് ചെയ്യുക? നമ്മുടെ ജീവിതത്തെ നമ്മൾ ശുദ്ധീകരിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.